നമ്മുടെ സ്നേഹമോളുടെ സ്നേഹയുടെ ആദ്യത്തെ പൂരാണിത്. അപ്പൊ നമ്മൾ പൂരം റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് മഴയൊക്കെ ആയിരുന്നു. പക്ഷെ മഴ മാറി നിൽക്കുന്നത് നമ്മൾ വല്ല പോസിറ്റീവ് പ്രതീക്ഷയിൽ മാത്രമാണുള്ളത്. സ്നേഹ എന്താണ് സ്നേഹ ഉള്ളത്? ഇപ്പോൾ ഇവിടെയാണ്, അവിടെ മഴ അവിടെയും പെയ്യുന്നുണ്ടാവുന്ന ഉറപ്പാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ? ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പതിയെ ഇങ്ങനെ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. മഴ ഇപ്പോൾ നേരത്തെ തുടങ്ങിയിരിക്കുകയാണ്. അക്ഷയ, നമുക്കറിയാം അക്ഷയം ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്നറിയാം. പക്ഷേ എങ്കിലും രാവിലെ മുതൽ ആളുകൾ ഇവിടെ ഭക്തരുടെ ഒഴുക്കാണ്. ക്ഷേത്രത്തിലേക്ക് ഭക്തർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ നമ്മൾ ചോദിച്ചപ്പം എന്ത് മഴ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, തൃശ്ശൂർക്കാർക്ക് എന്ത് മഴയാണ്? ഇങ്ങനൊരു മഴയത്താണ് പൂരങ്ങളുടെ പൂരമുണ്ടായത്. നമുക്കിവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ വലതുവശത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ സുന്ദരിക്കുട്ടിയായിട്ടൊരു ചേച്ചി പുള്ളുവൻ പാട്ട് പാടാൻ വേണ്ടി രാവിലെ മുതൽ വന്നിരിപ്പുണ്ട്. നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്കാം. എത്ര വർഷമായി ഇങ്ങനെ ഇവിടെ പുള്ളുവൻപാട്ട് പാടാൻ? 30 വർഷമായി. 30 വർഷം വെച്ചാൽ വളരെ ചെറുപ്പത്തിലെ വന്നതാണോ? അതെ അതെ അതെ. ഈ തൃശ്ശൂർ പൂരത്തിനെന്ത് ഈ പൂരത്തോടനുബന്ധിച്ച് മാത്രമാണോ ഇങ്ങനെ പുള്ളുവൻ പാട്ട്? ഞാൻ എന്നും ഇവിടെ ഇരിക്കുന്നത്. ഈ മഴയാണല്ലോ, രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നതാണ്. മഴയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ സൈഡിൽ ഇവിടെ നിൽക്കുന്നത്. മഴ നനയുന്നൊരു ഇത് തോന്നലൊന്നും ഇല്ലേ? ഇല്ല. നമുക്ക് മാതൃഭൂമിയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പാടിത്തരുമോ കുറച്ച് പാട്ട്? പാടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. എത്ര നേരം കാണും ഇവിടെ? ഇന്ന് വൈകുന്നേരം വരെ ഇരിക്കും. വൈകുന്നേരം വരെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ശരി.